പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ജെഡിഎസ് കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 15 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജെഡിഎസ് കറണ്ട് അഫേഴ്സ്. ഓരോ കോമ്പറ്റീഷൻ കറണ്ട് അഫേഴ്സിന്റെ പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ അതനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് ഓരോ പരീക്ഷകളിലും എവിടെയും നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. ജെഡിഎസ് കറണ്ട് അഫേഴ്സ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് ഓരോ ദിവസം നൽകാൻ ശ്രമിക്കുന്നത്. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഇപ്പോഴത്തെ കേന്ദ്ര ആദിവാസി വകുപ്പ് മന്ത്രി ആരാണ്? ജുവൽ ഓറാം. 2024 ജൂൺ 14 മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സിലെ മിനിസ്റ്റർ ആയിട്ട് ജുവൽ ഓറാം സ്ഥാനം ഏറ്റെടുത്തു. 2024 ജൂൺ 14 അദ്ദേഹം ജുവൽ ഓറാം എന്ന മെമ്പർ ഓഫ് പാർലമെന്റ് യൂണിയൻ മിനിസ്റ്റർ ഫോർ ട്രൈബൽ അഫയേഴ്സ് ആയിട്ട് സ്ഥാനം ഏറ്റെടുത്തിട്ടുള്ളത്. 1998 മുതൽ സുന്ദർഗഡ് കോൺസ്റ്റിറ്റ്യുവൻസി, ഇത് ഒഡീഷയിലുള്ള ഒരു നിയോജക മണ്ഡലമാണ്. ഇവിടത്തെ മെമ്പർ ഓഫ് പാർലമെന്റ് ആണ് ജുവൽ ഓറാം. അതായത് 12ാമത്തെ 13, 14, 16, 17 ലോക്സഭയിലെ അംഗമായിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ 18ാമത് ലോക്സഭയിലും അംഗമാണ് ജുവൽ ഓറാം. അദ്ദേഹത്തെയാണ് ഇപ്പോഴത്തെ നിലവിലെ മിനിസ്റ്റർ ഫോർ ട്രൈബൽ അഫയേഴ്സ് ആയിട്ട് സ്ഥാനം നൽകിയിട്ടുള്ളത്. ഇത് 2ാമത്തെ പ്രാവശ്യമാണ് ഈ ഒരു മിനിസ്ട്രി അദ്ദേഹം ഏറ്റെടുക്കുന്നത്. ഇതിനു മുമ്പ് 1999 ഒക്ടോബർ 13 അടൽ ബിഹാരി വാജ്പേയിയുടെ മന്ത്രിസഭയിലെ അംഗവും ട്രൈബൽ അഫയേഴ്സ് എന്ന ആ ഒരു പോർട്ട്ഫോളിയോ നോക്കിയിട്ടുള്ള വ്യക്തിയാണ് ജുവൽ ഓറാം. 99 മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് ഇത് 2ആയിട്ട് വിഭജിക്കുകയും ട്രൈബൽ അഫയേഴ്സ് എന്നൊരു മിനിസ്ട്രി ഫോം ചെയ്യുകയും ആ ഒരു ട്രൈബൽ മിനിസ്ട്രിയുടെ ആദ്യത്തെ ഒരു മിനിസ്റ്റർ ആയിരുന്നു ജുവൽ ഓറാം. ഇപ്പോൾ വീണ്ടും 2ാമത്തെ പ്രാവശ്യമാണ് ഈ ഒരു സ്ഥാനം ലഭിക്കുന്നത്. കേരള മൈഗ്രേഷൻ സർവേ 2023 പ്രകാരം കേരളത്തിൽ നിന്ന് വിവിധ രാജ്യങ്ങളിലേക്ക് കുടിയേറിയവരുടെ എണ്ണം എത്ര? 2.2 ദശലക്ഷം. ആ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് ആണ് കേരള മൈഗ്രേഷൻ സർവേ റിപ്പോർട്ട്. കേരളത്തിൽ നിന്ന് 2.2 ദശലക്ഷം ജനങ്ങളാണ് കുടിയേറി പാർത്തിട്ടുള്ളത്. അതായത് 2018 കണക്കനുസരിച്ച് 2.1 ദശലക്ഷമായിരുന്നു. എന്നാൽ ഇപ്പോൾ 2023 ആയപ്പോഴേക്കും അത് 2.2 ദശലക്ഷമായിട്ട് മാറിയിരിക്കുകയാണ്. ഇത്രയും വലിയൊരു മാറ്റമാണ് സംസ്ഥാനത്ത് വന്നിട്ടുള്ളത്. കേരള മൈഗ്രേഷൻ സർവേ KMS 2023 ഈ ഒരു സർവേ നടത്തിയിട്ടുള്ളത് ഗുലാട്ടി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫൈനാൻസ് ടാക്സേഷൻ ആണ്. ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൈഗ്രേഷൻ ആൻഡ് ഡെവലപ്മെന്റ് സഹായത്തോടു കൂടിയാണ് ഗുലാട്ടി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫൈനാൻസ് ടാക്സേഷൻ കേരള മൈഗ്രേഷൻ സർവേ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ ഈ കഴിഞ്ഞ വർഷം 43,378.6 കോടി രൂപയുടെ വിദേശത്തേക്ക് പണം അയച്ചിട്ടുണ്ട്. അതായത് ഇവിടെ നിന്ന് ഫീസ് ആയിട്ടോ അല്ലെങ്കിൽ പുതിയ യൂണിവേഴ്സിറ്റി ജോയിൻ ചെയ്തതിനു വേണ്ടിയോ അല്ലെങ്കിൽ അത്തരത്തിൽ വിദേശത്തേക്ക് പണം അയച്ചിട്ടുള്ളത് 43,378.6 കോടിയാണ്. അതായത് കേരളത്തിലേക്ക് വരുന്ന തുകയുടെ 20% വരും വിദേശത്തേക്ക് അയച്ചിട്ടുള്ള ഈ പണം. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുമ്പോൾ 2018 കണക്കനുസരിച്ച് 1,29,763 സ്റ്റുഡൻസ് ആണ് വിദേശത്തേക്ക് പോയിട്ടുള്ളത് പഠിക്കുന്നതിന് വേണ്ടി. അത് 2023 ആയപ്പോഴേക്കും അത് 2.5 ലക്ഷം ആയിട്ട് മാറി. ഏതാണ്ട് 100% ഇരട്ടിയായിട്ട് മാറിയിരിക്കുകയാണ് ഈ കഴിഞ്ഞ വർഷങ്ങളായിട്ട്. അതായത് ഓരോ വർഷം ഇപ്പോൾ കുട്ടികൾ വിദേശത്തേക്ക് പോകുന്ന എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതലായിട്ട് പോകുന്നത് UAE-യിലാണ് ഈ കണക്കനുസരിച്ച്. 2024 ജൂൺ 14 ആന്ധ്രാപ്രദേശിന്റെ ഉപമുഖ്യമന്ത്രിയായി ആരാണ് നിയമിതനായത്? കൊനിഡെല പവൻ കല്യാൺ. ജനസേന പാർട്ടിയുടെ നേതാവായിട്ടുള്ള കൊനിഡെല പവൻ കല്യാൺ ആന്ധ്രാപ്രദേശിന്റെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആയിട്ട് ജൂൺ 14 സ്ഥാനം ഏറ്റെടുത്തു. അദ്ദേഹത്തിന് പഞ്ചായത്ത് രാജ്, റൂറൽ ഡെവലപ്മെന്റ്, റൂറൽ വാട്ടർ സപ്ലൈ എന്ന സ്ഥാനം ആണ് നൽകിയിട്ടുള്ളത്, പോർട്ട്ഫോളിയോ ആണ് നൽകിയിട്ടുള്ളത്. കൂടാതെ അഡീഷണൽ ചാർജ് ആയിട്ട് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ്, സയൻസ് ആൻഡ് ടെക്നോളജി. ആന്ധ്രാപ്രദേശിന്റെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആണ് കൊനിഡെല പവൻ കല്യാൺ. ആന്ധ്രാപ്രദേശിലെ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടി അത് TDP, ജനസേന പാർട്ടി, BJP ആണ്. ആന്ധ്രാപ്രദേശിന്റെ ഇപ്പോഴത്തെ 18ാമത്തെ മുഖ്യമന്ത്രിയാണ് ചന്ദ്രബാബു നായിഡു. ഇന്ത്യൻ സൈന്യത്തിന് ലഭിച്ച നാഗാസ്ത്ര 1 ഡ്രോണുകൾ ഏത് ഇന്ത്യൻ കമ്പനിയാണ് വികസിപ്പിച്ചത്? എക്കണോമിക്സ് എക്സ്പ്ലോസീവ് ലിമിറ്റഡ്, EEL. എക്കണോമിക്സ് എക്സ്പ്ലോസീവ് ലിമിറ്റഡ് ഇതൊരു ഇന്ത്യൻ കമ്പനിയാണ്. ഈ ഇന്ത്യൻ കമ്പനിയാണ് ഇന്ത്യൻ ആർമിക്ക് വേണ്ടി നാഗാസ്ത്ര 1 ഡ്രോണുകൾ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. ഇന്ത്യൻ ആർമി കൊടുത്തിട്ടുള്ള ഓർഡേഴ്സ് ആണ് 450 ലോയിറ്റർ മ്യൂണിഷൻ തരത്തിലുള്ള നാഗാസ്ത്ര 1 ഡ്രോണുകൾ. വളരെ പവർഫുൾ ആയിട്ടുള്ള ഈ ഡ്രോൺസിനെ ഏതൊരു സ്ഥലത്തും, പ്രത്യേകിച്ച് ട്രെയിനിങ് ക്യാമ്പുകൾ, നുഴഞ്ഞുകയറ്റക്കാരെ, ലോഞ്ച് പാഡുകൾ എന്നിവ തകർക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ഡ്രോൺ സിസ്റ്റമാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിനെ 30 കിലോമീറ്റർ റേഞ്ച് വരെയുള്ള വസ്തുക്കൾ അറ്റാക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള
ഒരു ഡ്രോൺ ആണ് നാഗാസ്ത്ര 1 എന്ന ഡ്രോൺ. ഇത് നിർമ്മിച്ചിട്ടുള്ളത് നാഗ്പൂർ ബേസ് ആയിട്ടുള്ള എക്കണോമിക്സ് എക്സ്പ്ലോസീവ് ലിമിറ്റഡ് ആണ്, EEL. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി അടുത്തിടെ വീണ്ടും നിയമിതനായത് ആരാണ്? PK മിശ്ര. മുൻ IAS ഓഫീസർ ആയിട്ടുള്ള PK മിശ്ര ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിട്ട് വീണ്ടും റീഅപ്പോയിന്റഡ് ആയി. ഇതിനു മുമ്പും ഡോക്ടർ PK മിശ്രയായിരുന്നു ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി. വീണ്ടും അദ്ദേഹത്തെ ഈ ഒരു സ്ഥാനത്തേക്ക് അപ്പോയിന്റ് ചെയ്തു. ഈ ഒരു അപ്പോയിന്റ്മെന്റ് അദ്ദേഹത്തിന് 2024 ജൂൺ 10 മുതൽ പ്രാബല്യത്തിൽ വരും. ഈ ഒരു അപ്പോയിന്റ്മെന്റ് അപ്രൂവൽ നൽകിയിട്ടുള്ളത് ക്യാബിനറ്റിന്റെ അപ്പോയിന്റ്മെന്റ് കമ്മിറ്റിയാണ്. മിക്കവാറും എല്ലാ പോസ്റ്റുകളിലേക്കുള്ള അപ്രൂവൽ നൽകുന്നത് ക്യാബിനറ്റിന്റെ അപ്പോയിന്റ്മെന്റ് കമ്മിറ്റിയാണ്. IIT ഖടഗ്പൂരിന്റെ ആദ്യ വനിതാ ഡെപ്യൂട്ടി ഡയറക്ടറായി നിയമിതനായത് ആരാണ്? റിന്റു ബാനർജി. റിന്റു ബാനർജി IIT ഖടഗ്പൂരിന്റെ ആദ്യത്തെ വുമൻ ഡെപ്യൂട്ടി ഡയറക്ടർ ആയിട്ട് സ്ഥാനം ഏറ്റെടുത്തു. ആദ്യമായിട്ടാണ് IIT ഖടഗ്പൂരിനെ ഒരു സീനിയർ അക്കാഡമി, ഒരു വനിത ഈ ഒരു പോസ്റ്റിലേക്ക് എത്തുന്നത്. ഇപ്പോൾ PK സിൻഹ സെന്റർ ഫോർ ബയോ എനർജി ആൻഡ് റിന്യൂവബിൾസിന്റെ ചെയർപേഴ്സൺ ആണ് റിന്റു ബാനർജി. IIT ഖടഗ്പൂർ ഇത് സ്ഥാപിതമായിട്ടുള്ളത് വെസ്റ്റ് ബംഗാളിലെ ഖടഗ്പൂർ എന്ന സ്ഥലത്ത് 1951 ഓഗസ്റ്റ് 18 അതായത് ഇന്ത്യയിലെ ആദ്യത്തെ ഒരു IIT ആണ് IIT ഖടഗ്പൂർ. IIT ഖടഗ്പൂർ 1951 ഓഗസ്റ്റ് 18 സ്ഥാപിതമായി. ഈ ഒരു ഓർഗനൈസേഷന്റെ ആദ്യത്തെ വുമൻ ഡെപ്യൂട്ടി ഡയറക്ടർ ആണിപ്പോൾ റിന്റു ബാനർജി. ഇന്നലെ ജൂൺ 14 ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു, ഇന്ത്യയിൽ ഡിജിറ്റൽ പേയ്മെന്റ് സൂചിക പുറത്തിറക്കുന്ന സ്ഥാപനം ഏതാണ്? RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിൽ ഡിജിറ്റൽ പേയ്മെന്റ് ഇൻഡെക്സ് ഇത് പുറത്തിറക്കുന്നത്. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. ഇപ്പോഴത്തെ കേന്ദ്ര ആദിവാസി വകുപ്പ് മന്ത്രി ആരാണ്? ജുവൽ ഓറം. കേരള മൈഗ്രേഷൻ സർവേ 2023 പ്രകാരം കേരളത്തിൽ നിന്ന് വിവിധ രാജ്യങ്ങളിലേക്ക് കുടിയേറിയവരുടെ എണ്ണം എത്ര? 2.2 ദശലക്ഷം. 2024 ജൂൺ 14 ആന്ധ്രാപ്രദേശിന്റെ ഉപമുഖ്യമന്ത്രിയായി ആരാണ് നിയമിതനായത്? കൊനിഡേല പവൻ കല്യാൺ. ഇന്ത്യൻ സൈന്യത്തിന് ലഭിച്ച നാഗാസ്ത്ര 1 ഡ്രോണുകൾ ഏത് ഇന്ത്യൻ കമ്പനിയാണ് വികസിപ്പിച്ചത്? എക്കണോമിക്സ് എക്സ്പ്ലോസീവ് ലിമിറ്റഡ്, EEL. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി അടുത്തിടെ വീണ്ടും നിയമിതനായത് ആരാണ്? PK മിശ്ര. IIT ഖടഗ്പൂരിന്റെ ആദ്യ വനിതാ ഡെപ്യൂട്ടി ഡയറക്ടറായി നിയമിതനായത് ആരാണ്? റിന്റു ബാനർജി. ഇന്ന് ജൂൺ 15 ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്, കവാച്ച് ടെക്നോളജി ഈസ് റിലേറ്റഡ് ടു വിച്ച് ഏരിയ? കവാച്ച് സാങ്കേതിക വിദ്യ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് ജേഡിസ് കറണ്ട് അഫയേഴ്സ് ഓരോ ദിവസവും നൽകി വരുന്നത്. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി മുതൽ ഞായറാഴ്ച കറണ്ട് അഫയേഴ്സ് ഉണ്ടായിരിക്കുന്നതല്ല. നമുക്ക് വീണ്ടും അടുത്തൊരു ദിവസം കാണാം. താങ്ക് യു വെരി മച്ച്.